പിൻവാങ്ങവേ സായാഹ്ന തീരങ്ങളിൽ വീണാളങ്ങൾ പിൻവാങ്ങവേ കൂരിരുൾ കാഴ്ചയിൽ കഥയോരോ പൂക്കാലം നിപ്പായി കരുതിര താഴെ കത്തുന്നു കണ്ണിൽ പൂൾപ്പാടം നാളം കുഴിയുമീ ദീപമാ നാദം തകരുമീ വീണയാ ഓരോ ഐഡിയാസ് ആരാ കൊടുത്തു? കുറേ സ്കൂളുണ്ട് മിഷന് അവരെ അതെ അതെ
ഷെഡ് കെട്ടിയിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഓരോരുത്തരും കൊണ്ട് സ്പോൺസർ ചെയ്യും. മച്ചാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ നാഷണൽ സർവീസ് സ്കീം മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പോറ്റാൻ, സൗവർണാഭ പരന്നാൻ, സൗഹൃദ സിദ്ധികൾ പോറ്റാൻ, സൗവർണാഭ പരന്നാൻ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മച്ചാട് ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും അതുപോലെ തന്നെ മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും കൂടെ സംയുക്തമായി ചേർന്നാണ് നമ്മൾ ഇന്ന് സ്നേഹാരാമം എന്നൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നാടെങ്ങും ഒട്ടേറെ പരിപാടികൾ നടന്നു വരികയാണ്. അതിനൊപ്പം തന്നെ മച്ചാട് ഗ്രാമപഞ്ചായത്തും നല്ല നിലയിൽ തന്നെ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഈ വലിച്ചെറിയൽ എന്നൊരു ശീലം മാറ്റിക്കൊണ്ട് നല്ലൊരു ശീലവൽക്കരണത്തിലേക്ക് മാറാൻ വേണ്ടി ഒത്തൊരുമിച്ച് കൊണ്ടാണ് പ്രവർത്തിച്ചു പോകുന്നത്.
ഈ ഒരു സ്നേഹാരാമം പദ്ധതിക്കായി നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുത്ത ഈ പ്രദേശം നിരവധി തവണ ടോയ്ലറ്റ് മാലിന്യം എപ്പോഴും നമുക്കറിയുന്ന ഒരു കെനാലാണ്. ഇതിൻ്റെ പ്രദേശത്ത് ഒരുപാട് ആളുകൾ താമസിച്ച് വരുന്നുണ്ട്. അവരുടെ കുടിവെള്ളത്തിനൊക്കെ ഭീഷണിയായിക്കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് കാട് പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകൾ പോകുന്നതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും സഹകരണത്തോടെ കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ഞാൻ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. നമ്മൾ തിരഞ്ഞെടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെ നടത്താൻ വേണ്ടി ആലോചിച്ചുകൊണ്ടതാണ് ഇവിടെ തന്നെ നമ്മളത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെയിലിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. IAS അവർകളാണ്. അദ്ദേഹത്തെ ഞങ്ങൾ നേരിൽ പോയി കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഈ പരിപാടിക്ക് വരാമെന്ന് ഏൽക്കുകയും അദ്ദേഹം തന്നെ ഒരു ഡേറ്റ് നമുക്ക് നിശ്ചയിച്ച് തരികയുമാണ് ചെയ്തത്. അദ്ദേഹം നമുക്കറിയാം ഇപ്പോൾ പുതുതായി ചാർജ് എടുത്തതാണ്. ചാർജ് എടുത്തപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ഈ വേസ്റ്റ് മാനേജ്മെന്റിനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ഈ ഒരു സംരംഭം ഉദ്ഘാടനം വേണ്ടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് മച്ചാട് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി ശാരദ പട്ടേരിക്കണ്ടി അവർകളാണ്. മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിലെല്ലാം തന്നെ നമ്മോടൊപ്പം തന്നെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശോഭിൻ സാറാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NSS വളണ്ടിയർമാർക്കുള്ള അനുമോദനം ഇവിടെയുണ്ട്. ആ അനുമോദനം നടത്തുന്നത് നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. സെക്രട്ടറിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഈ പരിപാടിക്ക് വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു നേരത്തെ നിശ്ചയിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് മച്ചാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിന്ദു അമ്പാളിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ പരിപാടിയുണ്ട്. അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശുചിത്വ മിഷൻ KP രാധാകൃഷ്ണൻ സാർ, അദ്ദേഹവും നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഈ സ്ഥലമൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ 1-2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ NSSന്റെ കോർഡിനേറ്റർ ശ്രീ ശ്രീജിത്ത് കുമാർ, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും കൂടെ നിൽക്കാറുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സ്വാഗതം ചെയ്യുന്നു. മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിയപ്പെട്ട HM ശ്രീമതി ബിന്ദു ടീച്ചറെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പയ്യോളി ക്ലസ്റ്റർ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് മാഷിയും ഈ പരിപാടി, സ്കൂളിൻ്റെ മാനേജർ ശ്രീ AV അബ്ദുള്ള സാറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സാന്നിധ്യമായി എത്തിയിരിക്കുന്ന ശ്രീ എടവന സുരേന്ദ്രൻ, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ തന്നെ എൻ്റെ ADS CDS അംഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ NSS വിദ്യാർത്ഥികൾ, ഇന്നത്തെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള മഹത് വ്യക്തികൾ, ആദ്യമായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജി കൊട്ടാരക്കൽ, ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ശോഭിൻ അവർകൾ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ ഗൗതമൻ M.JS, നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാ മേഖലയിലും വളരെ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം മാലിന്യം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള വളരെ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. നമുക്കറിയാം, മച്ചാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ മുമ്പ് തന്നെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുള്ളതാണ്. ക്ലാസ് അടുത്താക്കി മാറ്റാൻ വേണ്ട പ്രവർത്തനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ അവബോധം വളർത്തുക ഓരോരുത്തർക്കും ആക്കി മാറ്റാൻ കഴിയും.
നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സുഭിക്ഷയ്ക്ക് മുൻവശമുള്ള ഈ വയൽ പ്രദേശം വർഷങ്ങളായി മാലിന്യം തള്ളുന്ന ഒരു കേന്ദ്രമാണ്. എത്രയോ, അതുപോലെ തന്നെ ടോയ്ലറ്റ് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിലും എത്രയോ പ്രാവശ്യം നമ്മൾ കേസ് കൊടുക്കുകയും ഒരുപാട് ഗ്രാമങ്ങളാക്കി മാറ്റുക എന്ന ഒരു പദ്ധതി ആലോചന കൊണ്ടുവന്നത്. നമുക്ക് ഒരു സംശയമില്ലാതെ മറ്റു പല സ്ഥലങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാലമായിട്ട് കുമാർ സിംഗ് IAS അവരുടെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പഞ്ചായത്തിന് വേണ്ടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ നന്നായിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി എനിക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ആ സമയത്ത് നോച്ചാടിലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ്റെ ഓഫീസിൽ വന്നവർ പറഞ്ഞത് സാർ ഒരു ചെറിയ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്തിരുന്നു മാലിന്യമുക്തിലേക്ക് വേണ്ടി. പിന്നെ ഞാൻ നമ്മുടെ സ്വാഗതം പ്രസംഗത്തിലെ ഹരിത് കർമ്മസേനയിലേക്ക് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ സ്വാഗതം പറയാം ഹരിത് കർമ്മസേനയിൽ. കാരണം അവരാണ് മെയിൻ നമ്മുടെ എല്ലാ മാനേജ്മെൻറ്റ്, എല്ലാ വേസ്റ്റ് മാനേജ്മെൻറ്റിലേക്ക് ബാക്ക് ബോൺ ആണ് ഹരിത് കർമ്മസേന. So I thank all the Harit Karma Sena volunteers for helping this. പിന്നെയുള്ള ഇപ്പോൾ സ്നേഹമുണ്ട്. ഇത് ഐഡിയ ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ഐ തിങ്ക് ഐ കൺഗ്രാറ്റുലേറ്റ് നമ്മുടെ NSS കോർഡിനേറ്റേഴ്സ്, NSS സ്റ്റുഡൻസ് ആൻഡ് ദ ആർട്ടിസ്റ്റ്. സോ NSSൻ്റെ ഇത് ഐഡിയ ഇത് ഈസിലി റെപ്ലിക്കേബിൾ ഐഡിയ ആണ്. So I would request the NSS coordinator of the district level also and for this area, നമുക്ക് ഇത് എല്ലാ സ്കൂളും എല്ലാ കോളേജിലേക്ക് ഇത് നമുക്ക് പോകണം. So that we are able to create this message for waste management. Already ഇപ്പം നോച്ചാടിലെ MCF MRF ഉണ്ട്. ഞാനിപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം മാഡമിനെ അടുത്ത വർഷത്തിലെ പരിപാടിയിലേക്ക് FSTP സെറ്റ് ആക്കണം. അത് വളരെ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. പക്ഷേ ഞാൻ പ്രസിഡന്റുമാരും പിന്നെ ബാക്കി നമ്മുടെ ജനപ്രതിനിധികളിലേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, അത് നോക്കണം എന്താണ് എങ്ങനെയാണ് എവിടെ സെറ്റ് ചെയ്യാം. കാരണം അത് അടുത്ത് കുറച്ച് വർഷത്തിലെ നമുക്ക് അത് പ്രശ്നം വരും. കാരണം ഇത് ജൈവ മാലിന്യ വേസ്റ്റ്, ബയോ വേസ്റ്റ്, നോൺ ബയോ വേസ്റ്റിലേക്ക് നമുക്ക് സെഗ്രിഗേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പ്രോബ്ലം അതാണ്. നമ്മുടെ കേരളയിലെ ഇപ്പോൾ ബ്യൂട്ടി എന്താണ് നമ്മുടെ വെള്ളമാണ്, നമ്മുടെ റിവേഴ്സ്, അവർ ലേക്സ്, അവർ കനാൽ, അവർ ഗ്രീനറി, അത് നമുക്ക് ഡയറക്റ്റ് ത്രെറ്റ് ഉണ്ട്. അതുകൊണ്ട് ഐ വുഡ് റിക്വസ്റ്റ് ദ പ്രസിഡന്റ് ആൻഡ് എല്ലാ പഞ്ചായത്ത് മെമ്പേഴ്സിനെ. സോ ഇത് ഇഷ്യൂവിൽ നമുക്ക് പഠിച്ചിട്ട് നമുക്ക് കുറിച്ച് ഒരു പ്രോഗ്രാം തയ്യാർ ചെയ്യണം. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആദ്യ പ്രോഗ്രാമാണ്. ഞാൻ അവരെ സ്വന്തമായി ഞാൻ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. ഐ എം വെരി ഹാപ്പി ദാറ്റ് നമ്മുടെ പ്രസിഡന്റ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് സ്നേഹ റൗണ്ട് ഐ കൺഗ്രാറ്റുലേറ്റ്. ഇത് നമുക്ക് ഒരുപാട് കണ്ടിന്യൂ ചെയ്യണം. വി ഹാവ് ടു കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. നമുക്ക് ബാക്കി സ്ഥലത്തിൽ നമുക്ക് നോക്കണം. ഇത് നന്നായിട്ട് സ്ഥലം ചൂസ് ചെയ്തു. കാരണം ഇവിടെ മെയിൻ റോഡിലാണ്, അവിടെ ഒരു കനലുണ്ട്, അതിലെ ഒരു പോസിറ്റീവ് മെസ്സേജ് പോകും. only request is that maintain cheyyanam. Maintenance the vendi oru separate system aakkanam so that it is keep on clean. Thank you for calling me here, and I am idikayittu namukku MCS മാർക്കിലേക്ക് കാണാൻ പോകും. So ഇപ്പോൾ നോച്ചാടിലെ കുറിച്ച് മാലിന്യ മുക്തിയിലേക്ക് നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് വരും. And I congratulate all of you, all the students of NSS for being here, and thank you for inviting me. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗോവിൻ സാറിനെ ക്ഷണിക്കുന്നു. അംഗം ശ്രീ പ്രഭാശങ്കർ, ശ്രീ പൂജ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, മനസ്സ് നന്നാവട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വ്യക്തി ശുചിത്വത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷെ ഇവിടെ സമൂഹ ശുചിത്വത്തിൽ നമ്മൾ പിന്നോക്കമാണ്. അവിടെ കൂടെ നമ്മൾ മുന്നോക്കമായെങ്കിൽ മാലിന്യമുക്ത കേരളം എന്ന ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കൂ. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശുചിത്വ സന്ദേശം നൽകുക എന്നതാണ് സ്നേഹാരാമ നിർമ്മാണ പ്രവർത്തനത്തിലൂടെ NSSഉം ശുചിത്വ മിഷനും ഗ്രാമപഞ്ചായത്തും ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ സ്നേഹാരാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളായി സമീപ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മുള, ടയറ്, ബോട്ടിലുകൾ, മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്.
25 ദിവസത്തിലധികം നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായി വന്നു. 68,465 രൂപയാണ് നിർമ്മാണ ചെലവ്. ഇതിൽ 19,000 രൂപ ഫൈൻ ഗോൾഡ് പേരാമ്പ്ര, ബ്രൈറ്റ് വെൽ മുളിയങ്ങൽ, ഡി പാരീസ് ചാലിക്കര എന്നീ 3 സമർപ്പിക്കാൻ 3000 സ്നേഹാരാമങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നൊച്ചാട് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ നിർമ്മിച്ച ഈ സ്നേഹാരാമം മാലിന്യ മുക്ത നവകേരളം എന്ന മഹത്തായ ലക്ഷ്യം കൈവരിക്കാൻ ഒരു മാതൃകയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്തത് അനുമോദനമാണ്. ആദ്യമായി NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഷോബിൻ മാസ്റ്ററെ അനുമോദിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ജില്ലാ കലക്ടറെ ക്ഷണിച്ചുകൊള്ളു. അടുത്തതായി മുഖ്യപ്രഭാഷണമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിങ്ങളെ വെയിലിരുത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ നന്ദിയോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ജില്ലാതലത്തിൽ സ്നേഹാരാമം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഞങ്ങൾ ഇത് ചെയ്തോളാം, പരിശോധിച്ചാൽ മതി എന്നത് എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. മാറ്റുക അല്ലെങ്കിൽ സ്ഥലങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു ആശയം നമ്മൾ ജില്ലാതലത്തിൽ കൊണ്ടുവന്ന് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഗ്രാമപഞ്ചായത്തുകളിലെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്, പല NSS യൂണിറ്റുകളിലെ ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതെങ്ങനെ ചെയ്യാൻ കഴിയും, ഇത്ര തുച്ഛമായൊരു ചിലവിൽ എങ്ങനെ ഇതൊക്കെ റീസൈക്കിൾ ചെയ്ത് എങ്ങനെ സ്ഥലം കണ്ടിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും അതിലൊരുപാട് ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അവർക്ക് നാളെ തൊട്ട് കാണിച്ചു കൊടുക്കാം എന്തായിരിക്കണം ഒരു ഉത്തമമായിട്ടുള്ള സ്നേഹാരാമങ്ങളാണ് നമ്മൾ ജില്ലയിൽ ഇതിവിടെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജനുവരി 31 കൂടിയിട്ട് ജില്ലയിൽ 150 സ്നേഹാരാമങ്ങൾ മുനിസിപ്പാലിറ്റികളിൽ, പഞ്ചായത്തുകളിൽ, കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ബഹുമാനപ്പെട്ട ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS സാറുകൾ, ഈ പരിപാടിയുടെ അധ്യക്ഷ നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എൻ ശാരദ, NSSന്റെ പ്രിൻസിപ്പാൾ നൊച്ചാട് സമീർ മാസ്റ്റർ, അതുപോലെ HM ബിന്ദു ടീച്ചർ, ബയോളി ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീജിത്ത്, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ AV അബ്ദുള്ള സാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ വേദിയിരിക്കുന്ന ഏറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വീടും പരിസരവും പൊതു ഇടങ്ങളും ശുചീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകൾ കയറി മാലിന്യങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പൊതു ഇടങ്ങളിൽ നമ്മുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ, അതായത് മാലിന്യ കൂമ്പാരങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ പൂന്തോട്ടങ്ങൾ ഹരിതാപമാക്കുന്നതിന് വേണ്ടി അവിടെ നമ്മുടെ ഇവിടെ ഒരു സ്നേഹാരാമം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഇതുപോലുള്ള പൊതുയിടങ്ങളിലൊക്കെ തന്നെ ഓരോ ആളുകളെയും നമ്മൾ പഞ്ചായത്തൊക്കെ തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം ഇത് മറ്റ് സ്ഥലങ്ങളിലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ പോകുന്ന ആളുകളൊക്കെ തന്നെ വലിച്ചെറിയുന്നതാണ്. നിരന്തരമുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ശുചിത്വ പ്രവർത്തനങ്ങൾ എന്തായാലും ആ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി കഴിയും. ബഹുമാന്യ ഉദ്ഘാടകൻ ശ്രീ സ്നേഹിൽ കുമാർ IAS, ബഹുമാനിയായ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദ പട്ടേൽ MD, ഇവിടെ സ്വാഗതം ആശംസിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ
എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ പരിപാടികളാണ് നടന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി NSS യൂണിറ്റും അതുപോലെ ശുചിത്വ മിഷനുമൊക്കെ ആയിട്ട് സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് സ്നേഹാരാമം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ജില്ലാ കളക്ടർ, വേദിയിലും സദസ്സിനുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ ത്രിതല പഞ്ചായത്തുകളിലും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പഞ്ചായത്തും ഇത്തരത്തിലുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. മാറേണ്ടത് അത്യാവശ്യമാണ്. ഏതായാലും ഇത്തരമൊരു പദ്ധതി ഏറ്റെടുത്ത NSS യൂണിറ്റിനും അതുപോലെ തന്നെ ഈ പദ്ധതിയായി മുന്നോട്ട് വന്ന നൊച്ചാട് പഞ്ചായത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വീണ്ടും ഇത്തരത്തിലൊരു പരിപാടി നല്ല രീതിയിൽ നിലനിർത്തുക എന്നതാണ് NSSൻ്റെ കടമ. ആ കടമ NSS നല്ല രീതിയിൽ നിറവേറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷ ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PM ശാരദ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ ജില്ലാ കലക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ ഗൗതം K IAS, പ്രവർത്തകർ, പ്രിയമുള്ളവരെ, വളരെ നല്ല രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഹരിത ആരാമമാണ് നമുക്ക് നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് സ്നേഹാരാമം എന്നും എന്തിനാണ് സ്നേഹാരാമം എന്നുള്ളതും വളരെ വിശദമായി നേരത്തെ ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. മുഴുവൻ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെയും അത് നേതൃത്വം കൊടുത്തതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതുപോലെ തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ സാരഥികളെയും ഒപ്പം ഇത് ഏറ്റെടുത്തുള്ള നൊച്ചാട് NSS യൂണിറ്റിൻ്റെ NSS കോർഡിനേറ്ററെയും അതിന് പിന്തുണാ സഹായം നൽകിയ മുഴുവൻ NSSൻ്റെ പ്രവർത്തകന്മാരെയും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ നല്ല പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS, അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമുക്ക് ഇത്തരം മനോഹരമായ ഒരു ഇടം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ പൊതുസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പൊതു വിഷയങ്ങൾ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി യഥാർത്ഥ A+കാരനായി മാറുന്നത്. ആ സാർ, അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രതിനിധികൾ, PTA, മാനേജ്മെന്റ്, ശുചിത്വ മിഷൻ അംഗങ്ങൾ തുടങ്ങി എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവിധ സ്നേഹവും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഞാൻ ഇതിനെ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്കൂൾ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളും നൊച്ചാട് പഞ്ചായത്തും തമ്മിലുള്ള ഒരു പരിപാടിയുടെ വളരെ ഭംഗിയായുള്ള ഒരു അവസാനമാണത്. അവസാനം ഒരു തുടക്കമാണ് ശരിക്കും. അതായത് നൊച്ചാട് പഞ്ചായത്ത് നമ്മുടെ NSS നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSSന് മുന്നിൽ ഒരു പരിപാടി വെക്കുകയും ആ പരിപാടി വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ സോബി സാർ ഉൾപ്പെടെയുള്ള NSS വളണ്ടിയേഴ്സും ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ നൊച്ചാട് ശരിക്കും പേരാമ്പ്ര മുതൽ കോഴിക്കോട് വരെ പോകുന്ന ഈ ഒരു ദേശീയ പാത, നമ്മുടെ സംസ്ഥാന പാതയിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. സ്നേഹാരാമം ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഇതിനെ നമുക്ക് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി. ഈ ഒരു പരിപാടി നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSും അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും കൂടി ചേർന്ന് നടപ്പാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ഒരു പ്രദേശം, ശുചിത്വം വലിച്ചെറിയുന്ന ഈ ഒരു പ്രദേശം വളരെ മനോഹരമാക്കാൻ, അതായത് പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമാക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ NSSനും ഒക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. പരിപാടിയുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദ പട്ടേരക്കണ്ടി, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കലക്ടർ, NSSന്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ സർ, നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി, പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിൻ്റെ അവസാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ അഭിമാനിക്കാം നൊച്ചാട് ഹയർ സെക്കൻഡറിക്കും അതുപോലെ തന്നെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിനും. കേരളത്തിലെ ആദ്യത്തെ സ്നേഹാരംഭത്തിൻ്റെ ഒരു പിറവി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന പ്രദേശത്തുള്ള സ്നേഹാരംഭങ്ങൾ പിറക്കട്ടെ. നവകേരളം, ശുചിത്വ നവകേരളം എന്ന ആശയം വളരെ ഭംഗിയായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നുള്ള അടയാളങ്ങളാണ് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആശംസകൾ. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കുമാരി ജിൻഷ ഷെറിൻ, NSS വളണ്ടിയർ, നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ. NSS വളണ്ടിയർമാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു NSS വളണ്ടിയർ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നൊച്ചാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നവകേരളം, മാലിന്യമുക്ത നവകേരള പദ്ധതി NSSൻ്റെ ID കാർഡ് എടുത്തിടുമ്പം പതിവിലധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് അതിന് കളക്ടറുടെ ഡേറ്റും കിട്ടി, എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ID കാർഡ് എടുത്തിട്ടത് സ്പെഷ്യൽ സന്തോഷത്തിലാണ്. എന്തായാലും പരിപാടി നമുക്ക് ഭംഗിയിൽ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഈ ഒരു പരിപാടിക്ക് നമ്മൾക്ക് പഞ്ചായത്തിൻ്റെയും നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെയും ശുചിത്വ മിഷൻ്റെയും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദ പട്ടേരിക്കണ്ടി അവർകളാണ്. നമുക്കറിയാം, പഞ്ചായത്ത്, നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് NSS യൂണിറ്റിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനോടും അങ്ങേയറ്റം സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് അവർകൾ. അതുപോലെ തന്നെ നമുക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ച ശ്രീമതി ശോഭന വൈശാഖ്, പിന്നെ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ബിന്ദു അമ്പാടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രഭാശങ്കർ, 11ാം വാർഡ് മെമ്പർ ആളുകളുണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ നിലയ്ക്കും ഞങ്ങളോട് ഒരു ചെറിയ രീതിയിലാണെങ്കിൽ കൂടി എല്ലാവരും സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലും ശുചിത്വ മിഷൻ്റെ പേരിലും എല്ലാം അങ്ങേയറ്റത്തെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. തിരിച്ചു കയറാന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ഒന്ന് വൈഡ് എടുക്കാന്ന് വിചാരിച്ച ഒന്ന് അവിടെ തന്നെ പല ഓക്കെ, താങ്ക് യു.
നമ്മൾ പറഞ്ഞാൽ ഒരാളെ പോയിട്ട് ഇരിക്കും. അവിടെ പോയി 2 പേര് അപ്പോൾ ഇതുവരെ ഇതാക്കി. ഞാൻ